ഹലോ ഗൈസ്, റജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഒരു പാചകമാവാന്ന് വിചാരിച്ചു. പാചകം എന്തോന്നാണ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നും അപ്പവും ദോശയും ഇഡ്ഡലിയും ഇടിയപ്പവും ഇങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാക്കണം. അപ്പോൾ ഈ ദോശയൊക്കെ ഒരു ശകലം ഉണ്ടാക്കിയാലും അത് വൈകിട്ടാകുമ്പോഴത്തേക്ക് ഒരു ശകലം ഒരു 7-8 എണ്ണ ആയാൽ തന്നെ അത് ബാക്കിയാവും. പിന്നെ അതുപോലെ ഇഡ്ഡലി ആയാലും അങ്ങനെ തന്നെ. അപ്പം ഞാൻ വിചാരിച്ച് വെറൈറ്റി ആയിക്കോട്ടെ. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടട. ഇന്നലെ രാത്രിയെ പറഞ്ഞു, ഉമ്മ ഇന്ന് ഓട്ടട ഉണ്ടാക്കണേ ഉമ്മ എന്ന് പറഞ്ഞു. ആൾ എഴുന്നേറ്റില്ല, ഉറങ്ങണ്. അപ്പം ഞാൻ വിചാരിച്ച് ഒന്ന് ഓട്ടട ഉണ്ടാക്കാം. അങ്ങനെ മാവയ്ക്ക് ഞവടി വെച്ചു. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് വേറൊരു കാര്യം കാണാം. ഇന്ന് ചെറുതായിട്ടൊന്ന് വെയിലുണ്ട് ഗൈസ്, ഇതാകണ്ട, അത് കാണാൻ പറ്റൂല. ഇന്ന് രാവിലെ അത് വെയിലിന് ഭയങ്കരമായ ചൂടാണ്. ഇതാ വീണ്ടും കാട്, ഇവിടെ JCBക്ക് ഇടിച്ചതാണ്. ഇവിടെ ഉഴുന്നും പയറും ഒക്കെ ഞാൻ ഈ തത്തമ്മയ്ക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ തത്ത കുറച്ചൊക്കെ തത്തയും വരും, അതുപോലെ തന്നെ പ്രാവും വരും. എങ്ങനെയാണ് അപ്പോൾ ഈ പ്രാവ് സ്ഥിരം വരാറുണ്ട്. അപ്പം ഞാൻ എന്തോ ചെയ്യും, കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കുക. അത് ആ ഉഴുന്നൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ കുറച്ച് കഴിക്കും, നല്ല രസമാണ് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ നാട്ടിലൊക്കെ പ്രാണിക്കൊക്കെ ഫുഡ് കൊടുക്കാനും അങ്ങനെയൊക്കെ. പട്ടിയായാലും പൂച്ചയായാലും പക്ഷികളായാലും എല്ലാത്തിനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇങ്ങനെയുള്ള ജീവികളെ. അപ്പോൾ ഞാൻ അങ്ങനെ ഇത് കൊടുത്തതിന് ശേഷം അവർ കാണൂല കേട്ടോ, ഇങ്ങനെ കഴിച്ചിട്ട് പോവേണ്ടിയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കൊഴുത്തുവാരി നിൽപ്പുണ്ട്. അങ്ങ് അറ്റത്തോട്ടൊക്കെ ഇല്ല കടലാവണക്കാണ്, വീണ്ടും പൊടിച്ച് കയറുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല ഇതാക്കി ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് ഓട്ടട ഉണ്ടാക്കാം. ഇപ്പോൾ ക്യാമറ പിടിച്ചു തരാനൊന്നും ആളില്ല കേട്ടോ. അപ്പം ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ക്യാമറയൊക്കെ പിടിക്കുന്നത്. എനിക്ക് ഇലയില്ല. ഇലയെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ JCB കൊണ്ടുവന്ന് ഇടിച്ചതിന് ശേഷം ഉള്ള വാഴയൊക്കെ എടുത്ത് കളഞ്ഞായിരുന്നു ഓണർ വാഴയൊക്കെ എടുത്ത് കളഞ്ഞു. ഇപ്പം ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഈ പെരയിടത്തിൽ ഒന്നുമില്ല. ഇവിടെ വെറും മൈതാനമാക്കി അങ്ങ് ഇട്ടിരിക്കുകയാണ്. ഒരു പപ്പ മരമാവട്ടെ ഒന്നുമില്ല, അതാലൊരു വകയില്ല. അപ്പോൾ ഇത് വാഴയുണ്ടായിരുന്ന വാഴയൊക്കെ എടുത്ത് കളഞ്ഞായിരുന്നു. പിന്നെ വട്ടയില്ല, ഒന്നുമില്ല. പിന്നെ അയൽവക്കക്കാരൊന്നും ഒരു പരിചയമൊന്നുമില്ല കേട്ടോ. അവിടെ വാടകയ്ക്ക് വന്നെങ്കിലും നമ്മൾ ഈ മതിൽക്കെട്ടിനകത്ത് ഗേറ്റുകൊണ്ട് ഇതിനകത്ത് തന്നെ നമ്മളങ്ങും പോവാറില്ല. അങ്ങനെയൊക്കെ ആണ്. നമുക്ക് അയൽവക്കക്കാരൊന്നും ഒരു പരിചയവും ഇല്ല. ഇപ്പോൾ 1.5 വർഷമായി ഇവിടെ വന്നിട്ട്. ആദ്യം നമ്മൾ വേറൊരു സ്ഥലത്തായിരുന്നു 5 മാസം വരെ. അപ്പോൾ ഗായ്സ്, ഞാനിതാ കണ്ട കവറെടുത്തു തുടച്ച് നമ്മളായിട്ടിട്ടേക്ക് വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ ചെയ്യുക, ഈ കവറിലോട്ട് ശകലം എണ്ണ പുരട്ടി കൊടുക്കാം. എണ്ണ പുരട്ടിയിട്ട് തേക്കാം. തേച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഇതിന് ഇളവി വരില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം ഇതിന് കുറച്ച് മാവെടുക്കുക. അപ്പം കൈ ഒന്ന് നനച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്തോ ചെയ്യും, കൈ നനച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് ഒട്ടിപ്പിടിക്കും. അതെ, കയ്യിൽ പിടിക്കും. അതായത് ഞാൻ മാവെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഗോതമ്പ് മാവാണ്, ഇതാ കണ്ടല്ലോ. പിന്നെ അതുപോലെ തേങ്ങയും ശർക്കരയും ഞാൻ തേങ്ങ തിരുകി ശർക്കര ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അത് ശർക്കര എന്തോ കല്ല് കണക്കിരിക്കുന്ന കേട്ടോ. അങ്ങനെ അത് പിന്നെ ചീകിയിട്ട് വരുന്നില്ല, പിച്ചാക്കിയിട്ട്. അപ്പം ഞാൻ എന്തോ അതിനെ ഒരു ഇടിയല്ലെടുത്ത് ഇടിച്ച് ഗിരിയൊക്കെ തന്നെ. ഇതൊക്കെയാണ് എൻ്റെ ട്രിക്കുകൾ. അപ്പോൾ ഇതാക്കണ്ട, നല്ല സെറ്റ് ആയിട്ടില്ലേ. എന്തിന് ഇലയുടെ ആവശ്യമേ വരുന്നില്ല. അപ്പം എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മോന് ഇഷ്ടമല്ല കേട്ടോ. മോന് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല. ഇപ്പം മോനിവിടെ ഇല്ല, അവൻ കോയമ്പത്തൂരാണ്. അവനൊരു പ്രൈവറ്റ് കമ്പനിയിലൊരു ചെറിയ ജോലി, ഇപ്പം എൻജിനീയറാണ്. അങ്ങനെ മോൻ പോയായിരുന്നു. പെരുന്നാളിൻ്റെ അന്ന് പോയി. 2-3 ദിവസം നിന്നിട്ട് ആൾ പോയതാണ്. മോളുറക്കം എഴുന്നേറ്റില്ല. അവളെ കോളേജ് അടച്ചത് കൊണ്ട് അവൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ്. അപ്പം ഞാനിത് കണ്ടു മടക്കി. അപ്പം ഇങ്ങനെ മടക്കുമ്പോൾ അത് ശരിയാവില്ല. അപ്പം നമുക്ക് എന്തോ ചെയ്യാം, തിരിച്ച് മടക്കി കൊടുക്കാം. കണ്ടോ, നമുക്ക് ഇലയുടെ ആവശ്യമില്ല. ഇത് കണ്ടോ, നല്ല സെറ്റായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇതിനെ നമുക്ക്
എനിക്ക് ദോശക്കല്ലാണ് ഗൈസ്, എനിക്കല്ലാത്ത നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി അങ്ങനെയൊന്നുമില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഒന്നും കൊണ്ടുവന്നില്ലായിരുന്നു. ഇറങ്ങേണ്ട സാഹചര്യം വന്നു, ഒരുപാട് ബുദ്ധിമുട്ടി ഞാൻ ഇറങ്ങി. അവിടെ നിന്ന് ലാസ്റ്റ് ഘട്ടത്തിൽ ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്കൊരു പാത്രമാവട്ടെ ഒന്നുമില്ലായിരുന്നു. പിന്നെ അതിനുശേഷം എന്തായാലും കഞ്ഞി വെച്ച് കുടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മോനൊരു 2-3 പാത്രം വാങ്ങിച്ച് ഒരു 1-2 പ്ലേറ്റ് എനിക്ക് മോനും മോക്കും കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ 2-3 പ്ലേറ്റും അതുപോലെ ചോറ് വയ്ക്കാനായിട്ടുള്ള ഒരു കലവും അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ലാസ്റ്റിൽ ഞാൻ പോയപ്പോൾ അവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ എല്ലാം പോയി. അവിടെ നിന്ന് എല്ലാം ആർക്കൊക്കെയോ പറക്കി കൊടുക്കുകയോ എന്തൊക്കെയോ ചെയ്ത് എങ്ങനെയൊക്കെയോ പോയി പാത്രങ്ങൾ. അപ്പോൾ അതിൽ കുറച്ച് എൻ്റെ മോക്ക് ഞാൻ അന്ന് വാങ്ങിച്ച് മോളെ പേരൊക്കെ കുത്തി വാങ്ങിച്ചിട്ട 1-2 കലവും അങ്ങനെയൊക്കെയുള്ള ചെറിയ ഇച്ചിരിപ്പുള്ള സാധനമൊക്കെ കിട്ടി. ഉള്ളതും കൊണ്ട് ഞാൻ വന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇതാ ഞാനങ്ങനെ ദോശക്കല്ലിലേക്ക് ഇടാൻ പോവുകയാണ്. ഇതിൽ നിന്ന് ഒരു വശം ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ നനയ്ക്കണം. നനച്ചതിന് ശേഷമാണ് ഈ കവറിൽ നിന്ന് ഇളക്കാനുള്ളത്. അപ്പോൾ അതാ നല്ല സെറ്റല്ലേ. നോക്കിയോ, കണ്ട നല്ല നല്ല ഇതായിട്ടുണ്ട്. നമുക്ക് ഇലയരിയൊന്നും ആവശ്യമില്ല. നല്ല രസമാണ് കേട്ടോ. ഇത് ചുട്ടെടുത്താൽ തന്നെ നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. ഇത് കരിഞ്ഞു പോവാതിരുന്നാൽ മതിയായിരുന്നു. അടുത്തത് മാവ് പരത്താനായിട്ട് എണ്ണ പുരട്ടി കൊടുക്കണം. അപ്പോഴും ഇതാ നമ്മളെ വെള്ളത്തിലോട്ട് മുക്കുക. നമ്മളെ കയ്യിൽ ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ മാവ് 5-6 വരും, അത് മതി. വേണ്ട. അപ്പം ഇങ്ങനെ നല്ലതുപോലെ പരത്തിയെടുക്കുക. പക്ഷേ ഇലയിലാണെങ്കിലും എനിക്ക് അത്ര ഇതായിട്ട് വരില്ല കേട്ടോ. ഇതാവുമ്പോൾ നല്ല രസമുണ്ട്. ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കവറില്ലേ, ആ കവർ എടുത്തിട്ട് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി ഇതാക്കണ്ട. നല്ല അടിപൊളിയല്ലേ ഉണ്ടാക്കാൻ. അത് ശർക്കരയുടെ കാര്യമൊന്നും പറയണ്ട, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെയൊക്കെയാണ് ഇടിച്ചൊക്കെ എടുത്തൊക്കെ ഉണ്ടാക്കി ശർക്കരയാണ്. പിന്നെ ഭയങ്കര മധുരം ഇടില്ല. അതാകണ്ട. ഇത് എൻ്റെ മോനിഷ്ടം എന്താണെന്ന് വെച്ചാൽ, മോള് കുഴപ്പമില്ല, എന്നും ആയ പാടാണ്, വല്ലപ്പോഴൊക്കെ അവൾ കഴിക്കും. ഇപ്പം എൻ്റെ മോനിഷ്ടം അവന് ഈ ചക്കയപ്പം ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. വരിക്കച്ചക്ക കൊണ്ട് ഇതുപോലെ ഇലയപ്പം ഉണ്ടാക്കുന്നത് എൻ്റെ കൊച്ച് 2-3 കഴിക്കും. അല്ലെങ്കിൽ അവന് ഭയങ്കര പാടാണ്. അപ്പം അവൻ ഇടയ്ക്ക് വെച്ച് ചോദിച്ചായിരുന്നു, വരിക്കച്ചക്ക എവിടെ കിട്ടും എന്ന് ചോദിച്ചു. പക്ഷേ അങ്ങനെ നമുക്ക് കൂഴച്ചക്ക പോലും കണ്ടിട്ട് നമ്മൾ 2 വർഷമായി. പിന്നെയല്ലേ വരിക്കച്ചക്ക. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. അവിടെ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം പിന്നെ ചക്കയൊന്നും നമുക്ക് കിട്ടിയൊന്നുമില്ല. അങ്ങനെയൊക്കെ പിന്നെ വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ അത് അത്ര നല്ലതൊന്നും അല്ല കേട്ടോ വാങ്ങിക്കുന്നത്. രണ്ടാമത്തത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഈ അണ്ണാച്ചിമാരൊക്കെ അടുത്ത് ടെമ്പോയിലൊക്കെ ഇട്ടുകൊണ്ട് പോകണതാണ് നമ്മളെവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോഴേ. അപ്പം ഞാൻ വിചാരിക്കും അതിൽ നിന്ന് ചക്ക ചോദിച്ചാലാ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി അങ്ങ് വിട്ടു പോവുകയും ചെയ്യും, പിന്നെ നമ്മളത് കാണുകയില്ല. അങ്ങനെ ഗെയ്സ് ഇവിടെ ഒന്നുമില്ല, ഇവിടെ ചക്കയില്ല, ഒന്നുമില്ല, ഒന്നും കിട്ടാറില്ല. ഇനി ചന്തയിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കണം. ഒരു തുണ്ട് ചക്കയ്ക്ക് വേണമെങ്കിലും ഇപ്പം എനിക്കൊരു 100 രൂപയൊക്കെ കൊടുക്കണമായിരിക്കും. ഒരു ദിവസം വാങ്ങിക്കണം കൂട്ടാൻ വയ്ക്കാനും. അതുപോലെ ഒരു വരിക്കച്ചക്കയും ചന്തയിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ച്, മോനെ ആഗ്രഹം പറഞ്ഞതല്ലേ, ഭയങ്കര ഇഷ്ടമാണ് അവന് കേട്ടോ ഈ ചക്കയപ്പം ഉണ്ടാക്കണതേ. പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് അവിടെ ആയിരിക്കുമ്പോൾ ഇതുപോലെ ചക്ക എനിക്ക് ഒരു ശക്കലം കിട്ടിയാൽ തന്നെ ഞാൻ അതിനെ 5 ചുളയായാൽ തന്നെ ഞാൻ ഇതുപോലെ ഒരു 4-5 ചക്കയപ്പം ഉണ്ടാക്കും. അതെൻ്റെ ഒരു സ്ഥിരം ഒരു ഇതായിരുന്നു. പക്ഷെ ഞാനും കഴിക്കും, 1-2 ഒക്കെ കഴിക്കും. മോളും അതുപോലെ. പക്ഷെ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കൂടെ പറയാറുമുണ്ട്. ആദ്യം ഇട്ടത് മറിച്ചിടാറായിട്ടുണ്ട്. അപ്പം ഞാൻ ശ്രമിച്ചു സെറ്റ്. മറിച്ചിട്ടിട്ട് കാണിക്കാൻ പറ്റും ക്യാമറ, അല്ലെങ്കിൽ കൈ കൊണ്ട് പിടിക്കാൻ പാടാണ്. ഞാൻ മറിച്ചിട്ട് കഴിഞ്ഞു, പക്ഷെ ഒരറ്റത്തോട്ടാക്കി. അത് ഒത്തിരി ഒന്ന് മറുവശം കൂടെ ചൂടായതിന് ശേഷം മാത്രമേ നേരെ ആക്കത്തുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഗൈസ് വിശേഷങ്ങൾ. പിന്നെയും ഞാൻ ഇതൊന്ന് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അങ്ങനെ ഇതായി എൻ്റെ ഓട്ടട ഇതാ പുള്ളി വന്ന് നിൽക്കും. ഇത് എന്താ ഭംഗി അങ്ങ് താന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. കണ്ടാ ഇല എന്തിന് ഇലയിരിയുന്ന ഒരു ആവശ്യവുമില്ല. കണ്ടാ എന്ത് നല്ല രസം ഇത് കാണാൻ. കണ്ടാ
2 ചുട്ട് മാറ്റിയായിരുന്നു. പിന്നെ ഒരു ശകലം കൂടെ മാവിട്ട്. ഇപ്പം നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ചിലപ്പോൾ തികഞ്ഞൊന്നും വരില്ല. നമുക്ക് വൈകിട്ടായാലും കട്ടൻ ചായയുടെ ഒരെണ്ണം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്തത് കൊച്ചിരി മാവും കൂടെ ഇട്ട് ഇനി ഇതും കൂടെ അങ്ങ് കുഴച്ച് ഒരു 2 തേങ്ങയും കൂടെ ഇരിക്കണം, ശർക്കരയും കൂടെ ഇരിക്കണം. അപ്പം അതും കൂടെ ഞാനൊന്ന് വരവാന്ന് വിചാരിച്ചു. 2 വശവും മറിച്ചിട്ട് മൂപ്പിച്ചതിന് ശേഷം വേണ്ട സൈഡ് അതിൻ്റെ അടിഭാഗമില്ലേ, അപ്പോൾ അവിടെ വേണ്ട ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ആ സൈഡും ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് നല്ല രസമല്ലേ കാണാം. നമ്മൾ ഇലയാണെങ്കിൽ പറ്റി പിടിക്കും, ഒരു ഇത് കാണൂല. ഇത് കണ്ട എന്താ നല്ല രസം നോക്കേ, ഒരു പാടുമില്ല. അങ്ങനെ ഗൈസിൻ്റെ ഓട്ടട റെഡി ആയിട്ടുണ്ട്. എന്താ ഭംഗി നോക്കിക്കേ ഈ ഓട്ടട കാണാൻ. ഇത് നമ്മൾ ഇലയിൽ ചുടുമ്പോൾ അത് പറ്റി പിടിച്ചൊക്കെ ഇരിക്കും. അപ്പം വേണ്ട ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. കണ്ട ചായ, ഓട്ടട, ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഗൈസ് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം.